സർ, ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പ് 50% വെട്ടിക്കുറച്ച് GORT നമ്പർ 155/2025/GAD ഡേറ്റഡ് 15/1/2025 നമ്പർ പ്രകാരം ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് ഉത്തരവിറക്കിയിരിക്കുകയാണ്. പല കുട്ടികളുടെയും പഠനം പോലും മുടങ്ങുന്ന സാഹചര്യമാണ് ഇതുവഴി ഉണ്ടായിരിക്കുന്നത്. ന്യൂനപക്ഷ സ്കോളർഷിപ്പിന് അനുവദിച്ച തുക ചെലവഴിക്കാതെ തടഞ്ഞുവെച്ചെന്ന ആരോപണം ഉയർന്നതിനിടയിലാണ് സർക്കാരിൻ്റെ ഈ പുതിയ തീരുമാനം. പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി സ്കോളർഷിപ്പ്, സിവിൽ സർവീസസ് ഫീ റീഇംബേഴ്സ്മെൻറ്റ്, വിദേശത്ത് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കായുള്ള സ്കോളർഷിപ്പ്, IIT IIM സ്കോളർഷിപ്പ്, CA ICWA സ്കോളർഷിപ്പ്, UGC CSR നെറ്റ് കോച്ചിങ്, ITC ഫീസ് റീഇംബേഴ്സ്മെൻറ്റ്, മദർ തെരേസ സ്കോളർഷിപ്പ്, ഡോക്ടർ APJ അബ്ദുൽ കലാം സ്കോളർഷിപ്പ് എന്നീ 9 സ്കോളർഷിപ്പുകളാണ് 50% വെട്ടിക്കുറച്ചത്. സ്കോളർഷിപ്പ് തുക വെട്ടിക്കുറക്കുന്നത് സംസ്ഥാന ചരിത്രത്തിൽ അപൂർവമാണ് സർ. 50% വെട്ടിക്കുറച്ച തുകയിൽ നിന്ന് പോലും നൽകിയിരിക്കുന്നത് വെറും 2.69% പ്ലാനിംഗ് ബോർഡ് രേഖകളും വ്യക്തമാക്കുകയാണ്. സാമ്പത്തിക ഞെരുക്കത്തിൻ്റെ പേരിലാണ് ധനവകുപ്പ് ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്ക് അർഹമായ ആനുകൂല്യം വെട്ടിക്കുറച്ചതും തടഞ്ഞു വച്ചിരിക്കുന്നതും. 87.63 കോടി രൂപ ന്യൂനപക്ഷ ക്ഷേമ ഡയറക്ടറേറ്റിന് സ്കോളർഷിപ്പ് നൽകാൻ 2024-25 പദ്ധതിയിൽ വകയിരുത്തിയിരുന്നു. ഈ സാമ്പത്തിക വർഷം തീരാൻ 2 മാസം മാത്രം ബാക്കിയിരിക്കെ ചെലവഴിച്ചത് കേവലം 2.69% തുക മാത്രമാണ്. CA ICWA കോഴ്സ് ചെയ്യുന്നവർക്ക് 97 ലക്ഷം രൂപ സ്കോളർഷിപ്പിന് വകയിരുത്തിയിട്ട് 1 രൂപ പോലും ഇതുവരെ നൽകിയിട്ടില്ല സർ. 3 വർഷത്തെ ഡിപ്ലോമ കോഴ്സ് ചെയ്യുന്നവർക്ക് അനുവദിച്ച 82 ലക്ഷം രൂപയിൽ 1 രൂപ പോലും ഇതുവരെ കൊടുത്തിട്ടില്ല. കരിയർ ഗൈഡൻസിന് 1.20 കോടി, നൈപുണ്യ പരിശീലനത്തിന് 5.82 കോടി, പ്രീ മെട്രിക് സ്കോളർഷിപ്പിന് 20 കോടി, നഴ്സിംഗ്, പാരാമെഡിക്കൽ കോഴ്സ് ചെയ്യുന്നവർക്ക് സ്കോളർഷിപ്പിന് 68 ലക്ഷം എന്നിങ്ങനെ തുക വകയിരുത്തിയിരുന്നെങ്കിലും 1 രൂപ പോലും ചെലവാക്കിയിട്ടില്ല. ഉപരിപഠനത്തിന് അർഹത നേടിയിട്ടും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണം പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത വിദ്യാർത്ഥികൾക്ക് വലിയ ആശ്വാസമാകേണ്ട സ്കോളർഷിപ്പുകൾ മുടങ്ങിയെന്ന ആശങ്ക നിലനിൽക്കുമ്പോഴാണ് തുക വെട്ടിക്കുറച്ചുകൊണ്ടുള്ള പുതിയ ഉത്തരവ് കൂടി പുറത്തിറങ്ങിയിരിക്കുന്നത്. ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പ് 50% വെട്ടിക്കുറച്ച നടപടി പുനഃപരിശോധിക്കുകയും എത്രയും പെട്ടെന്ന് ഈ സ്കോളർഷിപ്പുകൾ വിതരണം ചെയ്യാൻ നടപടി സ്വീകരിക്കണം എന്നീ സബ്മിഷനിലൂടെ ഞാൻ ആവശ്യപ്പെടുന്നു. ബഹുമാനപ്പെട്ട ന്യൂനപക്ഷ ക്ഷേമം, കായികം, വഖഫ്, ഹജ്ജ്, തീർത്ഥാടന മന്ത്രി. ബഹുമാനപ്പെട്ട മലപ്പുറം MLA ശ്രീ വൈദുള്ള ഉന്നയിച്ച സബ്മിഷനുള്ള മറുപടിയാണ് സർ. സംസ്ഥാന ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ വിദ്യാഭ്യാസപരമായ പിന്നോക്കാവസ്ഥ പരിഹരിക്കുന്നതിനാണ് സർക്കാർ വിവിധ സ്കോളർഷിപ്പ് പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുള്ളത്. 23-24 സാമ്പത്തിക വർഷം 20,000-ൽ അധികം സ്കോളർഷിപ്പുകൾ വിതരണം ചെയ്തിട്ടുണ്ട്. ഇതിനായി 1900.65 ലക്ഷം രൂപയാണ് ചെലവഴിച്ചത്. എന്നാൽ കേന്ദ്ര സർക്കാർ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് നൽകി വരുന്ന പ്രീ മെട്രിക് സ്കോളർഷിപ്പ് നിർത്തൽ ചെയ്യുകയും കേന്ദ്ര സർക്കാർ നിർത്തലാക്കിയ സ്കോളർഷിപ്പിന് പകരമായി 24-25 വർഷം മുതൽ മാർഗദീപം എന്ന പേരിൽ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് പുതിയ സ്കോളർഷിപ്പ് കൂടി നൽകാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. കേന്ദ്ര സർക്കാർ നിർത്തലാക്കിയ പുതിയ സ്കോളർഷിപ്പിന് കൂടി തുക കണ്ടെത്തേണ്ടി വന്ന സാഹചര്യത്തിൽ മറ്റു ചില സ്കോളർഷിപ്പുകളുടെ തുകയിൽ ചില ക്രമീകരണങ്ങൾ വരുത്തേണ്ടി വന്നിട്ടുണ്ട്. എന്നാൽ സ്കോളർഷിപ്പുകൾക്കായി ആകെ ഇത്തവണ വകയിരുത്തിയിട്ടുള്ള തുക മുൻ വർഷത്തേക്കാൾ അധികമാണ്. 23-24 വർഷം ന്യൂനപക്ഷ സ്കോളർഷിപ്പ് ഇനത്തിൽ ആകെ വിനിയോഗിച്ച് 1905.65 ലക്ഷം രൂപയാണെങ്കിൽ നടപ്പ് വർഷം വിവിധ ന്യൂനപക്ഷ സ്കോളർഷിപ്പ് പദ്ധതികൾക്കായി 24,071.22 ലക്ഷം രൂപ ഇതിനകം അനുമതി നൽകിയിട്ടുണ്ട്. 23-24 വർഷം സ്കോളർഷിപ്പുകൾക്കായി
ആകെ തുക വരുത്തിയതിനേക്കാൾ 2.75 കോടി രൂപ അധികമാണ് ഇത്. കഴിഞ്ഞ തവണ വിനിയോഗിച്ച തുകയേക്കാൾ 5.66 കോടി രൂപ അധികമായും ഇത്തവണ ഭരണാനുമതി നൽകിയിട്ടുണ്ട്. 23-24 ചില സ്കോളർഷിപ്പുകൾ അപേക്ഷിച്ച മുഴുവൻ പേർക്കും നൽകിയിരുന്നു. ഹൈക്കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ന്യൂനപക്ഷ സ്കോളർഷിപ്പുകൾ ജനസംഖ്യാനുപാതികമായാണ് ഇപ്പോൾ നൽകി വരുന്നത്. ചില വിഭാഗങ്ങളിൽ നിന്നും ആവശ്യത്തിന് അപേക്ഷകരില്ലാത്തതിനാൽ മുഴുവൻ തുകയും വിനിയോഗിക്കപ്പെടാതെ നിൽക്കുന്ന സ്കോളർഷിപ്പുകളുണ്ട്. കേന്ദ്ര സർക്കാർ നിർത്തലാക്കിയ സ്കോളർഷിപ്പിന് പകരം പുതിയ സ്കോളർഷിപ്പ് ഏർപ്പെടുത്തുന്നത് ന്യൂനപക്ഷ വിദ്യാർത്ഥികളുടെ പഠന സൗകര്യങ്ങൾക്കുള്ള സംസ്ഥാന സർക്കാരിൻ്റെ പ്രതിബദ്ധതയുടെ ഭാഗമായിട്ടാണ് സർ. കഴിഞ്ഞ വർഷം സ്കോളർഷിപ്പ് ലഭ്യമായ വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ നിന്നും ഇത്തവണ കുറവ് വരില്ല. ഇപ്പോൾ ഭരണാനുമതി നൽകിയ തുകയേക്കാൾ കൂടുതൽ തുക ആവശ്യമായി വരുന്ന സ്കോളർഷിപ്പുകൾക്ക് തുക വർദ്ധിപ്പിച്ചു നൽകുന്ന കാര്യം പരിഗണിച്ചു വരികയാണ്.